ഇനി എന്താണ് ടെമ്പറേച്ചർ സ്കെയിൽ എന്നാണ് പറയുന്നത്. ടെമ്പറേച്ചർ സ്കെയിൽ നമ്മൾ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരു ടെമ്പറേച്ചർ സ്കെയിലാണ്. ആ ടെമ്പറേച്ചർ സ്കെയിലിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, ഒരു യൂണിറ്റും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ള ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, അതിനെയാണ് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങനെ പറയാം: വേ ടു മെഷർ ടെമ്പറേച്ചർ വിത്ത് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എ യൂണിറ്റ്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റോടുകൂടി ഒരു യൂണിറ്റോടുകൂടി ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ടെമ്പറേച്ചർ സ്കെയിൽ. ഓക്കെ ആണോ? ഇനി ഈ ടെമ്പറേച്ചർ സ്കെയിലിന് ഒരു ലോവർ ഫിക്സ്ഡ് പോയിന്റും അപ്പർ ഫിക്സ്ഡ് പോയിന്റും ഉണ്ടായിരിക്കും. രണ്ട് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടായിരിക്കും. ആ രണ്ട് ഫിക്സ്ഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ സ്കെയിൽ പറയുന്നത്. നമ്മളിവിടെ 3 സ്കെയിലുകൾ പഠിക്കുന്നുണ്ട്. അത് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആദ്യം സെൽഷ്യസ് സ്കെയിൽ നോക്കാം. നമുക്ക് ഏറ്റവും പരിചയമുള്ള സ്കെയിലായിരിക്കും സെൽഷ്യസ് സ്കെയിൽ. നമ്മളിവിടെ ടെമ്പറേച്ചർ, അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചറൊക്കെ സാധാരണയായിട്ട് പറയാറുള്ള സെൽഷ്യസ് സ്കെയിലാണ്. എന്താണ് സെൽഷ്യസ് സ്കെയിൽ? സെൽഷ്യസ് സ്കെയിൽ പറയുന്നത് ബേസ്ഡ് ഓൺ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും ബേസിലാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ പറയാം. അത് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അതാണ് 0 ഡിഗ്രി സെൽഷ്യസ്. അറിയാലോ, ഈ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് വെള്ളം ഐസായിരിക്കുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുത്തിരിക്കുകയാണ്. എങ്ങനെ? വെള്ളം ഐസായിരിക്കുന്ന ടെമ്പറേച്ചറിനെ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മൾ അങ്ങനെ ഹീറ്റ് കൊടുത്തു. ആ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് അത് ചൂടായി വരും. ചൂടായിട്ട് അത് അവസാനം 0 ഡിഗ്രി, അത് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ അത് തിളക്കാൻ തുടങ്ങും. അപ്പോൾ ആ പോയിന്റ് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അതായത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിനെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്യും. അത് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമ്മൾ അതിനെ വിളിച്ചിട്ടുള്ളത്. 0 മുതൽ അങ്ങനെ കൂട്ടി 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 ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 100 പാർട്ടുകൾ കഴിയുമ്പോഴാണ് വെള്ളം തിളക്കാൻ തുടങ്ങുക. അതിനെ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ആ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ 100 പാർട്ടുകളാണുള്ളത്. 100 പാർട്ടുകൾ. ഓക്കെ ആണോ? അതിലെ ഒരു പാർട്ടായിരിക്കും 1 ഡിഗ്രി സെൽഷ്യസ്. ഇനി എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്ക്. ദ ഇന്റർവൽ ബിറ്റ്വീൻ 2 ഫിക്സ്ഡ് പോയിന്റ്സ് ഈസ് ഡിവൈഡഡ് ഇൻടു 100 ഈക്വൽ പാർട്സ്. 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഈ 2 ഫിക്സ്ഡ് പോയിന്റിന്റെ ഇടയിലുള്ള ഭാഗത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 ഡിവിഷൻ ഈസ് കാൾഡ് 1 ഡിഗ്രി സെൽഷ്യസ്. അതിലെ ഒരു ഡിവിഷനെയാണ് നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് വിളിക്കുന്നത്. ഇനി ഫാരൻഹീറ്റ് സ്കെയിൽ, രണ്ടാമത്തെ ടെമ്പറേച്ചർ സ്കെയിലാണ് ഫാരൻഹീറ്റ് സ്കെയിൽ. ഫാരൻഹീറ്റ് സ്കെയിൽ എന്താ നോക്കാം നമുക്ക്. ഫാരൻഹീറ്റ് സ്കെയിലിൽ ഈ ഫിഗർ വെച്ചിട്ട് തന്നെ നോക്കാം. ഈ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റിനെ നമ്മൾ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇനി അതിനെങ്ങനെ ചൂടാക്കിയിട്ട് നമ്മൾ അതിനെ ബോയിൽ ചെയ്യിപ്പിക്കുകയാണ്. വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ നോക്കും. അവിടുത്തെ ടെമ്പറേച്ചർ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 180 പാർട്ടുകൾ കഴിയുമ്പോഴാണ്, 180 ഈക്വൽ പാർട്ടുകൾ കഴിയുമ്പോഴാണ് അത് ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആയിട്ട് വെക്കും. അത് എത്രയാണ് കിട്ടുന്നത്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് നമ്മൾ അതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് വായിച്ചു നോക്കുക. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ആസ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. വെള്ളം ഫ്രീസ് ആവുന്ന, ഐസ് ആവുന്ന പോയിന്റിനെ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ടും, ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ആസ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. വെള്ളം ബോയിൽ ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ടും എടുത്തിട്ടുള്ള സ്കെയിലാണ് ഫാരൻഹീറ്റ് സ്കെയിൽ. ഇനിയോ, ദ ഇന്റർവൽ ഈസ് ഡിവൈഡഡ് ഇൻടു 180 ഈക്വൽ പാർട്സ്. ഈ 32 ഡിഗ്രി ഫാരൻഹീറ്റിന്റെയും 212 ഡിഗ്രി ഫാരൻഹീറ്റിന്റെയും ഇടയിലുള്ള ഭാഗത്തിനെ 180 തുല്യ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഈച്ച് ഡിവിഷൻ ഈസ് കാൾഡ് 1 ഡിഗ്രി ഫാരൻഹീറ്റ്. അതിലെ ഓരോ ഡിവിഷനും ഓരോ യൂണിറ്റുകളാണ്. അതിനെ നമ്മൾ 1 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് വിളിക്കുന്നത്. അതിലെ ഒരു ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ നല്ലോണം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ് നമുക്കറിയാലോ. കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്ന യൂണിറ്റിനെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കുക. ഫിഗറിൽ നമ്മൾ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്ന ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഏറ്റവും ലോവർ ആയിട്ടുള്ള ഫിക്സ്ഡ് പോയിന്റ്. ആ 0 കെൽവിൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതിനെ അബ്സല്യൂട്ട് 0 എന്നാണ് വിളിക്കുക. എന്താണ്? അബ്സല്യൂട്ട് 0. ഈ അബ്സല്യൂട്ട് 0ന്റെ പ്രത്യേകത, അവിടെ മോളിക്യൂൾസ്
അനങ്ങാതെ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ മോളിക്യൂളിന്റെ മൂവ്മെന്റിന്റെ ഫ്രീഡം കുറഞ്ഞു ഇങ്ങനെ വരും. ആ മോളിക്യൂൾ മൂവ് ചെയ്യാതായി ഇങ്ങനെ വരും, സ്ലോ ആയി ഇങ്ങനെ വരും. അത് ടെമ്പറേച്ചർ വീണ്ടും കുറഞ്ഞു ഇതാ -273.15 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ നമ്മുടെ മോളിക്യൂൾസ് അനങ്ങാണ്ടങ്ങ് നിന്ന് പോകും. അതിലും താഴേക്ക് നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു സബ്സ്റ്റൻസിന്റെ, ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചറിനെ താഴ്ത്താൻ സാധിക്കൂല. അതായത് ഒരു സബ്സ്റ്റൻസിന്, ഒരു മെറ്റീരിയലിന് സാധിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുക. അതാണ് 0 കെൽവിൻ അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസിലാണ് അത് സംഭവിക്കുന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ടെമ്പറേച്ചർ കൂടി വരും. എന്നിട്ടത് വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആയിട്ട്, ഐസിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആയിട്ട് മാറും. ഐസിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആയിട്ട് വരും. അതിനെ നമ്മൾ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. 0 ഡിഗ്രി സെൽഷ്യസ് ആണത്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിന് ഈക്വൽ ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിന് ഈക്വൽ ആണ്. ഇനി നമ്മൾ അവിടെ നിന്ന് അതിന് വീണ്ടും ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കൂടി വരും. എന്നിട്ട് ആ വെള്ളം ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, ആ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 273 കെൽവിനിൽ നിന്ന് 100 പാർട്ടുകൾ കഴിയുമ്പോഴായിരിക്കും ഉണ്ടാവുക. അതായത് 373 കെൽവിനിൽ എത്തുമ്പോഴാണ് വെള്ളം തിളക്കാൻ തുടങ്ങുക. അതിനെ നമ്മൾ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പർ ഫിക്സ്ഡ് പോയിന്റ് അത് 100 ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ഓർത്തു വെക്കുക, ഈ ഫിഗർ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എഴുതിയേക്കുന്നത് നോക്കാം. എന്താണ്? ബേസ്ഡ് ഓൺ അബ്സല്യൂട്ട് സീറോ. കെൽവിൻ സ്കെയില് ബേസ്ഡ് ഓൺ അബ്സല്യൂട്ട് സീറോ. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് 0 കെൽവിൻ ആണ്. എന്താണ് 0 കെൽവിൻ? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന് സാധിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ആണ് 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ. ഈ 0 കെൽവിൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ 217 എന്നാണ് എഴുതിയിട്ടുള്ളത്, 273 ആണ് കേട്ടോ. അതിൽ എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നതാണ്. 273.15 ഡിഗ്രി സെൽഷ്യസ് മൈനസ്, അതാണ് 0 കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അത് എത്രയായിട്ട് വരും? അതാ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ആസ് 273 കെൽവിൻ. അത് 273 കെൽവിൻ ആയിട്ടും ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ആസ് 373 കെൽവിൻ, 373 കെൽവിനായിട്ടുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെൽവിൻ സ്കെയിലിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് കൺവേർഷൻ ആണ് നോക്കാനുള്ളത്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലിൽ നിന്ന് വേറെ സ്കെയിലിലേക്ക് നമുക്ക് ടെമ്പറേച്ചറിനെ മാറ്റാൻ പറ്റും. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് കൺവേർഷൻ. അവിടെ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. സി എന്ന് പറയുന്നത് സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ. സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ അവിടെ നമ്മൾ വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റിന് നമ്മൾ എടുത്തിട്ടുള്ള 0 ആണ്. C - 0 ഡിവൈഡഡ് ബൈ എത്ര പാർട്സ് ഉണ്ടായിരുന്നു അവിടെ? 100 ആയിരുന്നു. ഈസ് ഈക്വൽ ടു എഫ് ഫാരൻഹീറ്റ് മൈനസ് വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് 32 ആയിരുന്നു, ഡിവൈഡഡ് ബൈ എത്ര പാർട്ട് ആയിരുന്നു അവിടെ? 180 പാർട്സ് ആയിരുന്നു. പിന്നെ ഉള്ളത് കെൽവിൻ എന്ന് പറയുന്ന സ്കെയില്. അവിടെ വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്ന 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന എത്രയായിരുന്നു? 273 കെൽവിൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് -273 കെൽവിൻ. അവിടെ എത്ര പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നു? അപ്പറും ലോവറും തമ്മിൽ 100 പാർട്സ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഷ്യസിനെ ഫാരനൈറ്റിലേക്കും ഫാരനൈറ്റിനെ കെൽവിനിലേക്കും തിരിച്ചും ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് താഴെ കോമൺ ടേം വരുന്നുണ്ട്. 20 ഒരു കോമൺ ടേം ആണ്. ആ 20 കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. C divided by 5 is equal to F minus 32 by 9 is equal to K minus 273 divided by 5 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെ നമുക്ക് സെൽഷ്യസ് ടു കെൽവിൻ വളരെ സിമ്പിൾ ആണ്. കാരണം സെൽഷ്യസും കെൽവിനും ഒരേ രൂപത്തിലാണ് മാറി വരുന്നത്. ഈക്വൽ പാർട്സ് ആണ് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത്. അതായത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടറിന്റെയും ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിന്റെയും ഇടയിൽ ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആണ് സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഉള്ളത് എന്നതുകൊണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കെൽവിനിലുള്ള ടെമ്പറേച്ചർ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിന്റെ കൂടെ ചുമ്മാ 273 അങ്ങ് കൂട്ടിയാൽ മതി. 273.15 ഡിഗ്രി എന്നുണ്ട് ആ നമ്പർ. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് 273 എന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിന്റെ കൂടെ 273 കൂട്ടിയാൽ മതി.
ഓക്കെ, ഇനി നമുക്ക് സെൽഷ്യസിനെ ഫാരനൈറ്റിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത് നോക്കാം. സെൽഷ്യസിനെ ഫാരനൈറ്റിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. F is equal to 1.8 C plus 32 ആണ്. കാണാതെ പഠിച്ചു വെക്കണം. F is equal to 1.8 C plus 32. അതായത് ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾക്കൊരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു ഡിഗ്രി സെൽഷ്യസിൽ T എന്ന് പറയുന്നത് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നത് എന്ന് കരുതുക. അത് എത്ര ഫാരനൈറ്റ് ആണെന്ന് കാണണമെങ്കിൽ ഫാരനൈറ്റ് F is equal to 1.8 into C ആണ്. C എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 plus 32 എന്ന് കൊടുത്താൽ മതി. അതായത് 1.8 into 10 എന്ന് പറഞ്ഞാൽ 18 കിട്ടും. 18 പ്ലസ് 32 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? ഫാരൻഹീറ്റിൽ കിട്ടും. 8ഉം 2ഉം 10ക്ക് 1 3ഉം 4ഉം 5 50. അപ്പോൾ ഫാരൻഹീറ്റിൽ 50 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്നത്. ഇനിയിപ്പോൾ ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാനും ഇതേ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് ഈ കൺവേർഷൻ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ മാത്രം യഥാർത്ഥത്തിൽ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടും. ഇത് കെൽവിനെയും ഡിഗ്രി സെൽഷ്യസിനെയും മാറ്റാനുള്ള ഇക്വേഷനാണ്. എളുപ്പത്തിൽ നമുക്കതും ചെയ്യാൻ പറ്റും. ഓക്കെ.